യെസ്, സച്ചിൻ വെള്ളക്കാടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സച്ചിൻ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 35 ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കിട്ടിയത്. അതിൽ തന്നെ 26 ചെറുതും വലുതുമായ വിവാദങ്ങളുണ്ടായി. സച്ചിൻ, ഇപ്പോൾ ഏത് പഞ്ചായത്തിലാണ് ഉള്ളത്, ഏത് ബൂത്തിലാണ് ഉള്ളത്? 2021 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ എന്താണ് സ്ഥിതി? എങ്ങനെയാണ് പോളിംഗ് 2 മണിക്കൂറിലുള്ളത്? അന്ന 2 മണിക്കൂറിനുള്ളിൽ വലിയ പോളിംഗ് ശതമാനമാണ് പാലക്കാട് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പാലക്കാട് നഗരസഭയിലെ പറക്കുന്നം പറക്കുന്നം LP സ്കൂളിലാണ് നിലവിലുള്ളത്. പാലക്കാട് നിയമസഭയിൽ 7.28% പോളിംഗ് ആണ് ഇപ്പോൾ നിലവിൽ. 2 മണിക്കൂർ പോളിംഗ് ആരംഭിച്ചത് 7 മണിക്കാണ്. 7 മണി മുതൽ 9 മണി വരെ ആകുമ്പോൾ 7.28% പോളിംഗ് ആണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 14,187 പേർ നിലവിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു ശതമാനം തന്നെയാണ് ഇത്തവണ പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ ഒരു വോട്ടർമാരുടെ നീണ്ട നിര തന്നെയുണ്ട്. അത് ഇത്തവണ പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പാലക്കാട്ടെ ജനത ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു എന്ന ഒരു നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങളിലൂടെ അടക്കം കാണാൻ സാധിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും 184 ബൂത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. ആ 184 ബൂത്തിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് രാവിലെ 6 മണി മുതൽ അനുഭവപ്പെടുന്നത്. വോട്ടർമാരുടെ ഒരു നീണ്ട നിര 6 മണിക്ക് ശേഷം എല്ലാ ബൂത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും 2 മണിക്കൂർ പിന്നിടുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ തുടരുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് 34 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ അന്തിമ വിധി എഴുതാൻ വേണ്ടിയാണ് വോട്ടർമാർ ഇപ്പോൾ ബൂത്തിലെത്തിയിരിക്കുന്നത്. അവരൊക്കെ പറയുന്നത് പാലക്കാട് ഇത്തവണ വലിയൊരു മാറ്റം അടക്കം ഉണ്ടാകും. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളടക്കം പല ആളുകളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലെ ഒന്നും അനുഭവപ്പെടാത്ത അത്ര തിരക്കാണ് ഇത്തവണ പോളിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. ചേട്ടാ, രാവിലെ തന്നെ എത്തിയില്ലേ? വലിയൊരു ക്യൂ തന്നെയാണല്ലോ എല്ലാ ബൂത്തിലും. അതെ, ക്യൂ ഉണ്ട്. ID കാർഡൊക്കെ എടുത്തില്ല? എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. എങ്ങനെ ഇത്തവണ ഒരു പാലക്കാട് ത്രികോണ മത്സരമാണല്ലോ. സ്ഥാനാർത്ഥികളെല്ലാവരും എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പാലക്കാട്? എല്ലാം പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല കാൻഡിഡേറ്റ്സ് അല്ല. ആരും ഒരാളിനെ വെച്ച് ഒരാൾ കുറച്ച് പറയാൻ പറ്റില്ല. അത്രയും നല്ല കാൻഡിഡേറ്റ്സ്, 3 നല്ല കാൻഡിഡേറ്റ്സ് ആണ്. അപ്പം നമുക്കൊരു ടൈറ്റാണ്. നോക്കട്ടെ, മാറ്റം വരുമോ? വരണമല്ലോ, വരണം പ്രതീക്ഷിക്കണം. പാലക്കാട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആര് വന്നാലും അത് ചെയ്തു തരാം, അത്രേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ശരി, എല്ലാം കുറേ ബുദ്ധിമുട്ടിൽ നിൽക്കേണ്ടല്ലോ പാലക്കാട് ആൾക്കാർ. അതൊന്ന് വന്നാൽ കുറച്ചുകൂടി നല്ല സൗകര്യമായിരിക്കും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടാണ് ഒരു ടൗൺ ഹാൾ പോലും ഇല്ലാത്തൊരു നഗരം. അതന്നെ കുറേ പെൻഡിങ് കിടക്കുന്നുണ്ട്. ടൗൺ ഹാൾ, മെഡിക്കൽ കോളേജ് വന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതും കൂടി വന്നാൽ എല്ലാം ശരിയാകണം. കുറേ പരിപാടികൾ നടക്കാണ്ട്. വികസനം വേണം. ഷുവർ, ആ വികസനം വേണം. അതിനാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം അവിടെ. അതാണ്. ഓക്കെ, രാവിലെ തന്നെ എത്തിയില്ല? അതെ. എല്ലാ പ്രാവശ്യവും രാവിലെ? അല്ല, എത്തും. ഇന്ന് കുറച്ച് വൈകിയെന്ന് മാത്രം. വൈകിയത് അന്ന്. അപ്പം ഇന്ന് ജോലിക്ക് പോകണ്ട? അല്ല, പോകണ്ട. കഴിഞ്ഞ പോന്നെ. എങ്ങനെയുണ്ട് ചേട്ടാ പാലക്കാട്? കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തിരക്കുണ്ട്. കാരണം എല്ലാവരും വോട്ട് ചെയ്യാൻ എല്ലാവർക്കും സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ മറ്റുള്ള 3 കാൻഡിഡേറ്റും നല്ല കാൻഡിഡേറ്റാണ്. ആരും ഒന്നിനൊന്നും മോശമൊന്നുമല്ല. ആര് വന്നാലും പാലക്കാട് നേരം വികസനം ഉണ്ടാവണം. അത്ര മാത്രമേ പറയുള്ളൂ. മാറ്റം വരണം. അതെ, അത്രയും. ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. എന്താ ജോലി? ഞാൻ റെയിൽവേയിൽ. അതെ, റെയിൽവേയിൽ. ഓക്കെ, കഴിഞ്ഞ് വരികയാണ്. പേര്? അബ്ദുൽ സമദ്. രാവിലെ എല്ലാ പ്രാവശ്യവും രാവിലെ വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ പ്രാവശ്യമല്ല. എനിക്ക് ചിലപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും ഇങ്ങോട്ട് പറഞ്ഞേക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, രാവിലെ തന്നെ എത്തിയില്ലേ? അടുത്തെത്തി. ചായക്ക് കുടിച്ചോ? കാപ്പിയൊക്കെ കുടിച്ചു. എങ്ങനെയുണ്ട് പാലക്കാട്? വളരെ കുഴപ്പമില്ല. സെലക്ഷനിൽ എല്ലാ ബൂത്തിനും ഫുള്ളായിട്ട് ആളുണ്ട്. നല്ല തിരക്കാണ്. എല്ലാ ബൂത്തിലും പോയപ്പോൾ നല്ല തിരക്കാണ്. രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നല്ലൊരു ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിക്കണം. മാറ്റം വരും.
സച്ചിൻ ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ പുരുഷന്മാരാണ്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1,94,706 വോട്ടർമാരുള്ളതിൽ 1,290,000 പേർ സ്ത്രീകളാണ്. അതായത് താരതമ്യം ചെയ്യുമ്പോൾ 10,000 വോട്ടുകൾ സ്ത്രീ വോട്ടർമാരുടേതാണ്. ഈ നിരയിലൊന്നും സ്ത്രീകളെ കാണുന്നില്ല. രാവിലത്തെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എന്നതായിരിക്കും അല്ലേ? ഞാനിന്ന് 3 പോളിംഗ് ബൂത്തുകളിലാണ് പോയത്. അവിടെയൊക്കെ വലിയ നീണ്ട നിര തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം വോട്ട് ചെയ്ത ആളുകൾ ഒക്കെ നിരവധി പേര് രാവിലെ തന്നെ വീട്ടിൽ ചായ പോലും ഉണ്ടാക്കുന്ന സമയത്ത് പോലും നേരത്തെ എത്തി. ഉമ്മ വോട്ട് ചെയ്തോ? ചെയ്തോ? ആ, രാവിലെ തന്നെ എത്തിയില്ലേ? രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്തു. ചായയൊക്കെ കുടിച്ചോ? വലിയ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് സ്ത്രീകൾ പാലക്കാട് പോളിംഗ് ബൂത്തിൽ രാവിലെ മുതൽ എത്തിയിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് പാലക്കാട് ഇത്തവണ ഒരു മാറ്റം വരണമെന്ന ഒരു രീതിയിൽ തന്നെയാണ് മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത്.